ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് 2 എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡായ സ്ഥലത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ആവുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ബാക്കുവാണെങ്കിൽ ഹ്യോമാനെയും അവൻ്റെ കൂടെ ഉള്ളവന്മാരെയൊക്കെ അടിച്ച് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോഴാണ് അവൻ തിരിയുമ്പോൾ സിയൂൺ ഇരിക്കുന്ന കാണുന്നതും അവൻ സിയൂണിനോട് സംസാരിക്കുന്നതും. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവൻ സിയൂണിനോട് സംസാരിച്ച ശേഷം നേരെ ഗോത്താക്കിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം ഹ്യോമാൻ്റെ കൂടെ ഉണ്ടായിരുന്നവന്മാരെല്ലാവരും തന്നെ നേരെ ഹ്യോമാൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹ്യോമാൻ ഇതേ സമയം ബാക്കു അവന് കൊടുത്ത അടിയിൽ ബോധം പോയതുപോലെ അഭിനയിച്ച് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്മാരെ ഒന്ന് വിളിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നിങ്ങൾ പൊക്കോ, ഞാനിവിടെ അഭിനയിച്ച് കിടക്കുവാണെന്ന്. അങ്ങനെ അവന്മാരാണെങ്കിൽ ആ ശരി എന്നുള്ള രീതിയിൽ അങ്ങ് എഴുന്നേറ്റ് മാറുന്നുണ്ട്. ഇതേസമയം ബാക്കു ഗോത്താക്കിൻ്റെ അടുത്ത് നിന്നിട്ട് അടിയുണ്ടപ്പോഴത്തേക്കും നിൻ്റെ ബോധമൊക്കെ പോയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഗോത്താക്ക സമയം പിന്നെ ബോധം നീ കാരണം നമുക്ക് ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ബാക്കു അപ്പോൾ എന്താ കാര്യം, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ നിനക്ക് സസ്പെൻഷൻ കിട്ടിയില്ലേ, അതുകൊണ്ട് നമ്മളെ മത്സരത്തിൽ കയറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം ബാക്കു അയ്യോ ഞാനിപ്പോൾ എന്ത് ചെയ്യും, ഞാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മുടിയിൽ വരെ കളർ അടിച്ചത്, സമയത്തിനും കാലത്തിനും ഈ കളർ പോലും മുടിയിൽ നിന്ന് പോകത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ആ ഒരു ഹ്യോമാൻ്റെ കൂടെയുള്ള പയ്യന്മാരിൽ ഒന്ന് രണ്ടെണ്ണം ബാക്കുവിനെ പുറകിൽ നിന്ന് അടിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ അത് ബാക്കു മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അവന്മാർക്കിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ യൂണിഫോം ഇട്ടിട്ട് അടിയുണ്ടാക്കാൻ ഞാൻ ആരെയും സമ്മതിക്കത്തില്ല, നീയൊക്കെ പുറത്ത് പോയിട്ട് എവിടെയാന്ന് വെച്ചാൽ അടിയുണ്ടാക്കിക്കോ, പക്ഷെ നമ്മുടെ സ്കൂളിലെ യൂണിഫോം ഇട്ട് അടിയുണ്ടാക്കിയാൽ ഞാൻ അതൊന്ന് തടയുമെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം പേടിച്ചിട്ട് അവന്മാർ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന ഹ്യോമാനും എഴുന്നേറ്റങ്ങ് ഓടുന്നുണ്ട്. ആ സമയം തന്നെ സിയോണും ടേയും പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം പെട്ടെന്ന് ഗോത്താക്കിന് ഇപ്പം ഹ്യോമാൻ കാരണമാണ് അവർക്കിടയിൽ ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതെന്നും താനും സിയൂണും അടിയുണ്ടാക്കിയതും ഹ്യോമാൻ കാരണമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ സിയൂൺ പോകുന്നതിന് മുമ്പ് അവനോടൊന്ന് സോറി പറയുന്നുണ്ട്. ആ സമയം ബാക്കു നിൻ്റെ സോറിക്ക് തീരെ ആത്മാർത്ഥത ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കുവും ഗോത്താക്കും കൂടെ ഒരുമിച്ച് സിയൂണിനോട് സോറി എന്ന് പറയാണ്. സിയൂണപ്പോൾ മറുപടി ഒന്നും പറയാൻ നിൽക്കുന്നില്ല, അങ്ങ് സൈലൻ്റ് ആയിട്ട് നടന്നു പോകുന്നുണ്ട്. അവൻ്റെ കൂടെ ടേയും പോവുകയാണ്. അങ്ങനെ സിയൂണും ടേയും ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ടൈമിന് കഴിഞ്ഞ എപ്പിസോഡിൽ ഗോത്താക്കുമായിട്ട് ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗോത്താക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീയാണെങ്കിൽ ഒരു പയ്യൻ അടിച്ച് കോമയിലൊക്കെ ആക്കിയില്ലേന്ന്, അത് സുഹോയിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് ഇപ്പോൾ സിയൂണിൻ്റെ മൈൻഡിൽ കിടക്കുന്നത്. അപ്പോൾ അതങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും സുഹയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഇവൻ വല്ലാണ്ടങ്ങ് ആയി പോകുന്നുണ്ട്. അതേസമയം തന്നെ ഇവനിങ്ങനെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് ടേ പറയുന്നുണ്ട് നീ അവർ പറയുന്നതിന് കേൾക്കാൻ നിൽക്കണ്ട, അതൊക്കെ ഏതൊക്കെയോ പിള്ളേർ പറഞ്ഞുണ്ടാക്കിയ കാര്യമാണ്, നീ വെറുതെ അത് മനസ്സിലാക്കാനും മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ സിയൂണപ്പോൾ പറയുന്നുണ്ട് അവർ പറഞ്ഞതെല്ലാം ശരിയായിട്ടുള്ള കാര്യമാണ്, അതൊക്കെ നടന്ന സംഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇനി ഒരിക്കലും ഫൈറ്റ് ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ബാക്കുവിൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു സ്കൂളിലത്തെ ലീഡറിൻ്റെ വൈബാണ്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ചെക്കന്മാരെയും ഇവൻ അറിയാം. അപ്പോൾ വരുമ്പോൾ തന്നെ ഹലോ നിൻ്റെ അടുത്ത് ഞാൻ സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, മാറിക്ക് പറഞ്ഞിട്ട് എല്ലായിടത്തും സംസാരിച്ച് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഇവൻ കയറി പോകുന്ന ടൈമിന് കുറച്ച് ദിവസം ഇവനിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് സീനിയർ പയ്യന്മാർ കുറച്ച് ജൂനിയർ പയ്യന്മാരെ റാഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനിപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഇവൻ കയറി ചെല്ലുമ്പോൾ ആ ഒരു സീൻ ഇവൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്ന് അവരെടുത്ത് നിർത്തലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ആ സമയമാണ് ബാക്കു തിരിച്ചു വന്നു എന്നുള്ള കാര്യം ഇവന്മാർ ശ്രദ്ധിക്കുന്നത്. ഈ സീരിയസ് ആയിട്ടുള്ള പയ്യന്മാർ ബാക്കുവിനെ കാണുമ്പോൾ തന്നെ ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്, ബാക്കുവിൻ്റെ നടി കിട്ടുമോ എന്ന്. എന്നാൽ ബാക്കു ആ ഒരു പ്രശ്നം സിമ്പിളായിട്ട് അങ്ങ് സോൾവ് ചെയ്തിട്ടിട്ട് ആ ജൂനിയർ ചെക്കന്മാരെ ഇനി റാഗ് ചെയ്യരുതെന്നും പറഞ്ഞങ്ങ് വിടുന്നുണ്ട്. അതിനുശേഷം ബാക്കു ആണെങ്കിൽ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം ഗോത്താക്കും ബാക്കുവും തമ്മിൽ ആ ഒരു ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റിൽ ഇനി മത്സരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. ആ സമയം ബാക്കു പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് നന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം, മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ ചെക്കന്മാരെ നമ്മുടെ അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഗോത്താക്ക് മാർഷൽ ആർട്സ് കളിക്കുന്നവരെയാണോ ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് വിളിക്കുന്നത്, അങ്ങനെയൊന്നും ശരിയാകത്തില്ല, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന മറ്റൊരു ടീമിനെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവരോട് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ബാക്കു ഇല്ല ഇവർ തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഗോത്താക്ക് നിനക്ക് എന്തൊരു ബുദ്ധിയാടാ, ഇത്തിരി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടു പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കുവിനെ എടുത്തിട്ട് കളിയാക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും തമ്മിൽ കളിക്ക് ഒരു ഫൈറ്റ് തുടങ്ങുകയാണ്. ആ സമയമാണ് കറക്റ്റ് സിയൂണും ടേയും ആ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. സിയൂണിനെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ബാക്കുവും ഗോത്താക്കും എന്താ കാര്യം എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. ആ സമയം സിയൂണ് അത് പിന്നെ ടീച്ചർ നമ്മൾ 4 പേരെയും ഓഫീസിലേക്ക് വിളിക്കുവാണെന്ന് പറയാണ്. അങ്ങനെ ഗോത്താക്കും ബാക്കും സിയൂണും ടേയും കൂടെ ആയിട്ട് ടീച്ചറിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം ടീച്ചർ കഴിഞ്ഞ ദിവസം ഹ്യോമാനും അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് ആ ഒരു ടണലിൻ്റെ അവിടെ വെച്ച് ഉണ്ടായ അടീനെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനും വഴക്ക് കൊടുക്കാനൊക്കെയാണ് ഇവരെ വിളിച്ച് വരുത്തിയത്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ അതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോത്താക്ക് പറയുന്നുണ്ട് അടി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളല്ല, ഹ്യോമാനും അവൻ്റെ ഫ്രണ്ട്സുമാണ്, അവന്മാരെ വിളിക്കാൻ പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട് അവന്മാരൊക്കെ ഇന്ന് മനഃപൂർവ്വം ആബ്സെൻ്റ് ആയിരിക്കുവാണ്, പിന്നെ സ്കൂളിൻ്റെ ഏരിയയിലല്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് വഴക്കുണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന്. ആ സമയം
ഗോത്താക്ക് പിന്നെയും അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നടന്ന സംഭവം പറഞ്ഞിട്ട് തെറ്റുകാരി ഹ്യോമാനും അവൻ്റെ കൂട്ടുകാരുമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ടീച്ചറാണെങ്കിൽ പക്ഷേ നിങ്ങൾ മടിയുണ്ടാക്കിയില്ലേ, അപ്പം നിങ്ങൾക്കും പണിഷ്മെൻറ്റ് വേണം, പണിഷ്മെൻറ്റായിട്ട് നിങ്ങൾ അടുത്ത് വരുന്ന വീക്കെൻഡിൽ കമ്മ്യൂണിറ്റി സർവീസ് വേണം ചെയ്യാനെന്ന് പറയുന്നുണ്ട്. ആ സമയം പറ്റത്തില്ല എന്നുള്ള രീതി തന്നെ ഗോത്താക്ക് നിൽക്കുന്നുണ്ട്. ബാക്കു മിണ്ടുന്നതേ ഇല്ല. സിയൂണും അപ്പോൾ ഇടയിൽ കയറിയിട്ട് ബാക്കുവും ഗോത്താക്കും ഒന്നും ചെയ്തത്, ഹ്യോമാനൊക്കെയാണ് തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടീച്ചർ നീ എന്താ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്, സിയൂൺ ബാക്കുവും ഗോത്താക്കും കൂടെ ആയിട്ട് നിന്നെ അവരുടെ സൈഡിലോട്ട് വല്ല ആക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. സിയൂൺ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, നടന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് പറയാണ്. ആ സമയം ടീച്ചറാണെങ്കിൽ സിയൂണും ഇവന്മാരെ കൂടിയിട്ട് തർക്കിക്കാൻ നിൽക്കുവാണെന്ന് കരുതുമ്പോഴത്തേക്കും ബാക്കുവാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്തോളാം, കമ്മ്യൂണിറ്റി സർവീസ് അല്ലേ, എല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കൊടുക്കുന്നൊരു പേപ്പറൊക്കെ ഇവൻ വാങ്ങുന്നുണ്ട്. എന്നിട്ട് സിയൂണിൻ്റെയും ഗോത്താക്കിൻ്റെയും തലയിൽ ബാക്കു കൈവച്ച ശേഷം അവരെ തല പിടിച്ച് കുനിച്ചിട്ട് ഐ എം സോറി ടീച്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. സിയൂണിൻ്റെ തലയെ തൊട്ടത് തന്നെ സിയൂണിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും സിയൂണ് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം തന്നെ ഗോത്താക്ക് കഴിഞ്ഞ ദിവസം ആ ഉണ്ടായ ഫൈറ്റിന് സിയൂണിനോട് വീണ്ടും സോറി പറയുന്നുണ്ട്. സിയൂണും തിരിച്ച് സോറി പറയുന്നുണ്ട്. എന്നാൽ ബാക്കു ആണെങ്കിൽ കണ്ടിട്ട് രണ്ടുപേരുടെ സോറിക്കും തീരെ സിൻസിയറിറ്റി ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. സിയൂൺ ആ സമയം ബാക്കുവിൻ്റെ അടുത്ത് ഞാൻ നിൻ്റെയൊന്നും ടീമിലുള്ള ആളല്ല, പിന്നെ ആവശ്യമില്ലാതെ എൻ്റെ തലയിൽ തുടർന്നെന്ന് പറഞ്ഞിട്ട് സിയൂൺ അവിടെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ബാക്കു സിയൂണിനെ വെറുതെ വിടും തോന്നുന്നുണ്ടോ? സിയൂൺ നടന്നു പോയതും അവൻ്റെ പുറകെ പോയിട്ട് അവൻ്റെ മുടിയിലെല്ലാം തൊട്ട് അത് ഫുള്ളങ്ങ് കുളമാക്കി വെക്കുന്നുണ്ട്. സിയൂൺ അപ്പോൾ നീ എന്താണ് ചെയ്തത് എന്നുള്ള രീതിയിൽ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കു അപ്പോൾ നീ വേണമെങ്കിൽ എൻ്റെ മുടിയിലും തൊട്ടോന്ന് പറഞ്ഞിട്ട് സിയൂണിൻ്റെ കൈ പിടിച്ചിട്ട് ബാക്കുവിൻ്റെ മുടിയിൽ വെക്കുന്നുണ്ട്. ആ സമയം ഗോത്താക്ക് വന്നിട്ട് എടാ മര്യാദയ്ക്ക് ഇടാന്ന് പറഞ്ഞിട്ട് ബാക്കുവിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. ആ സമയം സിയൂണാണെങ്കിൽ എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ടേ വന്നിട്ട് കുളമായി പോയാൽ നമ്മുടെ സിയൂണിൻ്റെ മുടിയെല്ലാം ഒതുക്കി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം സിയൂണും ടേയും അവിടെ നിന്ന് നടന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ ഗോത്താക്കും ബാക്കുവും പിന്നെ കുറച്ച് പയ്യന്മാരും കൂടെ ചേർന്നിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്നതാണ്. ആ സമയം സൈഡിലായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ടേയും സിയൂണും ഇരിക്കുന്നുണ്ട്. ആ സമയം ടേ ആണെങ്കിൽ ബാക്കുവാണ് ഞങ്ങളെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അവനുള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കുറച്ച് സമാധാനത്തിലൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സിയൂണിൻ്റെ അടുത്ത് എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെയാണെങ്കിൽ ഈ ഏരിയയിലുള്ള എല്ലാ സ്കൂളിലെ പിള്ളേരും ഇൻവോൾവ് ആണ്. ആ സ്കൂളുകളെല്ലാം തന്നെ അതിൽ ജോയിൻ ആയിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ സ്കൂൾ മാത്രം അതിൽ ജോയിൻ ആയിട്ടില്ല. ഈ യൂണിയൻ നടത്തുന്നത് ബേക്ജിൻ, സോങ്ജെ, സിയോങ് മോക്ക്, ദോൻഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് പയ്യന്മാരും പിന്നെ വേറെ കുറച്ച് പയ്യന്മാരും ഒരു ഗ്യാങ് കൊണ്ടുപോകുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ഗ്രൂപ്പാണ്. നമ്മുടെ ഈ സ്കൂളും അതിൽ ഇൻവോൾവ് ആവണമെന്ന് ഹ്യോമാന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൽ കയറാനായിട്ടാണ് ഹ്യോമാനാണെങ്കിൽ നമ്മുടെ സ്കൂളിലുള്ള എല്ലാവരുടെയും ഫോണ് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ബാക്കുവിന് നമ്മുടെ സ്കൂളിൽ അതിൽ വരണമെന്ന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചാൻസ് വന്നാലും ബാക്കു അത് മുടക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ യൂണിയനിലുള്ളവർക്ക് ബാക്കുവിൻ്റെ അടുത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ബാക്കു അവന്മാരെല്ലാവരും അടിച്ചിട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ മാത്രം ഇതുവരെ യൂണിയൻ്റെ ഒരു ഭാഗമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കേട്ടിരുന്നിട്ട് സിയൂണാണെങ്കിൽ ബാക്കുവിനെ നോക്കുന്നുണ്ട്. ആ സമയം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബാക്കു സിയൂണാനെ നോക്കുന്നുണ്ടിട്ട് ആ സിയൂൺ നീയും കളിക്കാൻ വാന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ സിയൂൺ മൈൻഡാക്കുന്നില്ല. പിന്നീട് സിയൂൺ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അന്ന് അവൻ്റെ അമ്മയായിരുന്നു അവനെ വിളിച്ചുകൊണ്ട് പോയത്. ഹ്യോമാനുമായിട്ട് അടിയുണ്ടാക്കിയതും പിന്നെ പണിഷ്മെൻറ്റ് കിട്ടിയ കാര്യവും ടീച്ചർ അവൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകുന്ന സമയത്ത് അമ്മ അവൻ്റെ അടുത്ത് അതിൻ്റെ ആരും സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവൻ്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എൻ്റെ അടുത്ത് പറയാനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നീ ചീത്ത കുട്ടികളുടെ കൂടെയാണോ കൂട്ടുകൂടി നടക്കുന്നത്, നിൻ്റെ പഴയ സ്കൂളിൽ വെച്ചുണ്ടായ സംഭവം വീണ്ടും ഉണ്ടാവണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതിനൊന്നും തന്നെ സിയൂൺ മറുപടി കൊടുക്കുന്നില്ല. അടുത്ത് ഹ്യോമാനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാക്ക് തിരിച്ചു വന്നുകൊണ്ട് തന്നെ ഇവരുടെ സ്കൂളിന് യൂണിയനിൽ ജോയിൻ ചെയ്യാനും പറ്റിയില്ല. അതുപോലെ തന്നെ ടേ ആണെങ്കിൽ ഹ്യോമൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഫോണുകളെല്ലാം ആ സ്റ്റുഡൻസിനെല്ലാം തിരിച്ചെടുത്ത് കൊടുത്തുകൊണ്ട് തന്നെ അവൻ്റെ ഇപ്പോൾ ഫോണും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിയനിലെ ചെക്കന്മാരെല്ലാവരും എടുത്തിട്ട് നല്ലപോലെ ഹ്യോമാൻ അടിക്കുന്നുണ്ട്. എന്നിട്ട് അവന് നേരെ ബേക്ജിനെ മീറ്റ് ചെയ്യാനായിട്ട് ദോൻഹയും പിന്നെ സിയോ മോക്കും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയം ഹ്യോമാൻ ബേക്ജിനോട് പറയുന്നുണ്ട് എനിക്കൊരൊറ്റ ചാൻസും കൂടെ തരാനായിട്ട്. എന്നാൽ ബേക്ജിൻ ഒന്നും മിണ്ടുന്നില്ല. ആ സമയം ദോൻഹയൊക്കെ ചോദിക്കുന്നുണ്ട് അവന് രണ്ടാമതൊരു ചാൻസ് കൊടുക്കണമെന്ന്. എന്നാൽ ബേക്ജിൻ മറുപടി ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ ഓക്കെ ഇനി അവന് ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ ഹ്യോമാനെ വിളിച്ചുകൊണ്ട് അവന്മാരവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ബേക്ജിനാണെങ്കിൽ സോങ്ജേനെ കോൾ ചെയ്തിട്ട് അവനോട് പറയുന്നുണ്ട് നമുക്കിനി ബാക്കുവിനെ ശ്രദ്ധിക്കാം, അവൻ വഴി അവരുടെ സ്കൂളിൽ യൂണിയനിൽ പറ്റിയ ജോയിൻ ചെയ്യിക്കാം, അതുകൊണ്ട് നീ അവനെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. സോങ് ചെയ്യും ഓക്കെ എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഇവരിപ്പോൾ ഫൈറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ബാക്കുനും സിയൂണിനും ഒക്കെ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യണമെന്ന്, അതിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇവരൊരു മ്യൂസിയത്തിൽ വന്നൊക്കെയാണ്. അവിടെ വന്നിട്ട് വേറെ ഡിഫറെൻറ്റ് രീതിയിലൊക്കെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ടാണ് നിൽക്കുന്നത്. അവിടെ വരുന്ന കുട്ടികളെ എൻ്റർടൈനൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് ആ രീതിയിലുള്ള ഒരു പണിഷ്മെൻ്റ് ആയിരുന്നു ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
സിയൂണിനൊന്നും ഇത് ചെയ്യാൻ തീരെ താല്പര്യമില്ല. എന്നാൽ ബാക്കുവിനെ നോക്കുകയാണെങ്കിൽ ഇവൻ ഈ കിട്ടുന്ന അവസരമൊന്നും കളയുന്നില്ല. ഈ സമയത്ത് അവനാണെങ്കിൽ അവിടെ വരുന്ന സകല പെമ്പിളരെയും പുറകെ നടന്ന് ഫോൺ നമ്പറും ചോദിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇവർ നാലുപേരും അവിടെ ഒരിടത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയം ബാക്കു ഭയങ്കര കാര്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് 2-3 പെമ്പിള്ളേരുടെ ഫോൺ നമ്പറൊക്കെ കിട്ടിയെന്ന്. എന്നാൽ ഗോത്താക്ക് പിന്നെ അവരെല്ലാം കള്ള നമ്പറായിരിക്കും തന്നേന്നൊക്കെ പറയുമ്പോൾ ബാക്കു അല്ല, ഞാൻ വേണമെങ്കിൽ വിളിച്ച് കാണിച്ചിരാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഗോത്താക്ക് എങ്കിൽ പിന്നെ കാണിക്ക് ബെറ്റ്. അവരാണെങ്കിൽ ആ കോൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ എല്ലാം പൈസ ഞാൻ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കു അപ്പോൾ ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിൽ വിളിക്കുന്നുണ്ട്. എന്നാൽ വിളിക്കുമ്പോൾ അങ്ങനെ ഒരു നമ്പറേ ഇല്ല എന്ന് പറയാണ്. ഗോത്താക്ക് അങ്ങനെ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴത്തേക്കും സാധാരണ ഉള്ള നമ്പറിനേക്കാളും ഒരു ഡിജിറ്റ് കൂടുതലുണ്ടായിരുന്നു നമ്പറിൽ. അപ്പോൾ അതും പറഞ്ഞിട്ട് ഇവനെടുത്തിട്ട് കളിയാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം ബാക്കു അത് അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല, അതൊരു പക്ഷേ ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നാൽ വിളിക്കുമ്പോൾ ഏതോ ഒരു ഫൈനാൻസ് കമ്പനിയിലൊക്കെയാണ് കോള് പോകുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ സിയൂടിനും ചെറുതായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവരവിടെ കളിച്ചും ചിരിച്ചുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ബാക്കുവിൻ്റെ കയ്യിരിക്കുന്ന ചോപ്സ്റ്റിക്ക് അത് ചെന്നിട്ട് സിയൂണിൻ്റെ ഹൂഡീസിലോട്ട് വീഴുന്നത്. അവൻ ഇട്ടിരുന്നത് ഒരു വൈറ്റ് ഹൂഡീസ് ആയിരുന്നു. ആ ചോപ്സ്റ്റിക്കിലാണെങ്കിൽ സോസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കറയാണെങ്കിൽ സിയൂണിൻ്റെ ഡ്രസ്സിലായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബാക്കു അയ്യോ അതറിയാതായി പോയതാ എന്ന് പറഞ്ഞിട്ട് ടേയിലെടുത്ത് പെട്ടെന്ന് ആ ചോപ്സ്റ്റിക്ക് എടുത്ത് മാറ്റി. ഞാൻ കേട്ടിട്ടുണ്ട് സിയൂൺ ആൾക്കാരെ കമ്പും ഫോർക്കൊക്കെ ഇട്ട് കുത്തുമെന്ന്. അവൻ നമ്മളെല്ലാം ചെയ്യുന്നതിന് മുമ്പ് എടുത്ത് മാറ്റാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് സിയൂണാണെങ്കിൽ ഞാൻ പോയി ഇത് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ സിയൂൺ ചെന്നിട്ട് ഇത് വാഷ് ചെയ്തിട്ട് ഇതിന് തിരിച്ചിറങ്ങി വരുന്ന സമയത്താണ് സോങ്ജെ അവിടെ ഇരിക്കുന്ന കാണുന്നത്. സിയൂണിനെ കാണുന്നതും നീ ബാക്കുവിൻ്റെ ഫ്രണ്ടാണോ സോങ്ജെ ചോദിക്കുന്നുണ്ട്. സിയൂൺ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. ആ സമയം സോങ്ജെ ആണെങ്കിൽ മോശമായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നതെങ്കിൽ നമ്മുടെ ലൈഫ് നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അവൻ സിയൂണിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സിയൂണൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഇവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ സിയൂൺ ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്ന്. ആ സമയം സോങ്ജയും സിയൂണിനെ തിരിച്ചു നോക്കുന്നുണ്ട്. സിയൂണും കണ്ണെടുക്കാതെ തന്നെ നോക്കുകയാണ്. സിയൂൺ ഇങ്ങനെ ഒന്ന് കണ്ണ് ചിമ്മാതെ തന്നെ അവൻ നോക്കിയിരിക്കുന്ന കാണുമ്പോഴത്തേക്കും സോങ്ജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സോങ്ജനെ പറ്റി പറയുകയാണെങ്കിൽ അവന് ഒരു 3 സെക്കൻഡ് റൂളുണ്ട്. അതായത് അവൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ അയാൾ 3 സെക്കൻഡിൽ കൂടുതൽ അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളെ അടിച്ച് അയാളുടെ അടുത്ത് തീരുമാനമാക്കും. ഇതിപ്പോൾ സിയൂണ് 5-10 സെക്കൻഡായിട്ട് ഇവനെ നോക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ദേഷ്യം വന്നിട്ട് സോങ്ജനെ അടിക്കാനായിട്ട് പോവാണ്. എന്ന എല്ലാ അടിയും സിയൂണാണെങ്കിൽ നീങ്ങി മാറുന്നുണ്ട്. പറ്റുന്ന പോലെ തന്നെ സോങ്ജയ്ക്ക് തിരിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. സിയൂൺ ആ സമയം അവിടെ സൈഡിൽ നിന്ന് ചെറിയൊരു ചെടിച്ചട്ടി കാണുന്നുണ്ട്. അതെടുത്ത് സോങ്ജയുടെ തലക്കിട്ട് അടിച്ചാലോന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് സോങ്ജ ആണെങ്കിൽ ഇതിനൊക്കെന്താ അതെടുത്ത് തന്നെ തല അടിച്ച് പൊളിക്കണമെന്ന് തോന്നുന്നുണ്ടോ, നമുക്കത് പിന്നെ ആവാം, കാരണം നമ്മളിപ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്തല്ലേ ഉള്ളൂ, നമുക്ക് പതുക്കെ സമാധാനത്തിൽ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സോങ്ജ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ബാക്കുവിനെയൊക്കെ കാണിക്കുമ്പോൾ ബാക്കുവും ഗോത്താക്കും എല്ലാവരും പോകാനായിട്ട് തുടങ്ങാൻ നിൽക്കുമായിരുന്നു. ആ സമയം ബാക്കു എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് സോങ്ജ അതുവഴി പാസ് ചെയ്ത് പോകുന്ന കാണുന്നുണ്ട്. സോങ്ജ ആണെങ്കിൽ ഇവനെയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് സോങ്ജ വരികയാണ്. ബാക്കു ആ സമയം നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് സോങ്ജ പറയുന്നുണ്ട് അത് ഞാൻ നിന്നെ കാണാനായിട്ട് വന്നതാ, പക്ഷെ ആ സമയത്ത് പരിചയമില്ലാത്ത മറ്റൊരാളെ കണ്ടു, ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഹലോ ഒക്കെ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ഇതേക്ക് ഇപ്പോൾ സിയൂണിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ബാക്കുവിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സിയൂണിൻ്റെ അടുത്ത് ഇവനിങ്ങനെ സംസാരിക്കാൻ പോയതുകൊണ്ട് തന്നെ ബാക്കുവിന് ദേഷ്യം വന്നിട്ട് മര്യാദയ്ക്ക് മാറി പൊക്കോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് കേൾക്കുമ്പോഴത്തേക്ക് സോങ്ജ ചിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ബാക്കുവാണെങ്കിൽ നിനക്ക് മരിക്കണമെങ്കിൽ ഇങ്ങനെയായിരുന്നു കണ്ടിന്യൂ ചെയ്ത് ചിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സോങ്ജെ ബാക്കി എല്ലാ സ്കൂളുകളിലും യൂണിയനിൽ ജോയിൻ ചെയ്തു, പിന്നെ നിൻ്റെ സ്കൂളിൽ മാത്രം യൂണിയനിൽ ജോയിൻ ചെയ്ത് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ബാക്കു അപ്പോൾ ഞങ്ങളെ ഈ യൂണിയനിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കുന്ന പരിപാടി നിങ്ങൾക്കൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ബേക്ജിന് ആഗ്രഹമില്ല എന്ന് സോങ്ജ പറയാണ്. അതിനുശേഷം സോങ്ജ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബേക്ജിനുമായിട്ടുള്ള പ്രശ്നമൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നല്ല കുട്ടീനെ പോലെ ഒന്ന് യൂണിയനിലൊക്കെ ജോയിൻ ആവാനായിട്ട്. അങ്ങനെ അവൻ പോയി കഴിയുന്നതും സിയൂണാണ് ഈ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഇവൻ കാണുന്നുണ്ട്. അങ്ങനെ സിയൂണിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നീ ഇപ്പോൾ പരിചയമില്ലാതെ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിയൂണപ്പോൾ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. എന്നാൽ ബാക്കുവിനറിയാം അവൻ മീറ്റ് ചെയ്തെന്ന്. അതുകൊണ്ട് തന്നെ ബാക്കു ആണെങ്കിൽ ഐ എം സോറി, ഞാൻ കാരണം എല്ലാം സംഭവിക്കുന്നത് ഇതെൻ്റെ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. സിയൂണപ്പോൾ നീ എന്താ ഇതിന് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ബാക്കു പെട്ടെന്ന് അതൊന്നുമില്ല, അത് പിന്നെ ജസ്റ്റ് ഞാൻ വെറുതെ പറഞ്ഞത് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിഷയം മാറ്റി വിടുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ബേക്ജിനെയാണ്. ഇപ്പോൾ അവൻ്റെ സ്കൂളിൽ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ നടക്കുവാണ്. ആ അവാർഡ് കിട്ടുന്നതും ബേക്ജിന് തന്നെയാണ്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും യൂണിയൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ്. പിന്നെ ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിൽ ഈ യൂണിയനിൽ ലീഡർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി അക്കൗണ്ടിൽ നിന്ന് ഇവന് പൈസ വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ബേക്ജിൻ ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങോട്ടോ പോകുന്നതാണ്. ആ സമയം ഹ്യോമാനെ
യൂണിയനിലുള്ള പയ്യന്മാരെല്ലാവരും തന്നെ അടിച്ചതുകൊണ്ട് ഇപ്പോൾ അതിനുള്ള പകരം വീട്ടാനായിട്ട് അവൻ ബേഗ്ജിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ബേഗ്ജിന് അത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്ത് വരുന്ന വഴിക്ക് ബേഗ്ജിനാണെങ്കിൽ റൂട്ട് മാറ്റി വിടാണ്. അങ്ങനെ ഹ്യൂമനൊക്കെ വന്ന് നോക്കുമ്പോൾ ബേഗ്ജിനെ കാണാനില്ല. അവനിത് എവിടെ പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ബേഗ്ജിൻ ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ചാറ പറന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരടിക്ക് പോലും കിട്ടുന്നില്ല. അത്രയും സ്പീഡിന് തന്നെ ബേഗ്ജിൻ അവന്മാരെല്ലാവരും അടിച്ചങ്ങ് വീഴ്ത്തുന്നുണ്ട്. ഹ്യൂമാനെയും അടിച്ച് ശരിയാക്കുന്നുണ്ട്. എന്നിട്ട് ബേഗ്ജിനാണെങ്കിൽ അവിടെ നടന്നു വരാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയമാണ് സോങ്ജി അവന് മെസ്സേജ് ഇട്ടിട്ട് ബാക്കുവിൻ്റെ കൂടെ ഇപ്പോൾ പുതിയതായിട്ടൊരു ചെക്കനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സിയൂണിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി സർവീസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ബാക്കുവും സിയോണും ടേയും ഗോത്താക്കും കൂടെ ആയിട്ട് ആ ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാണ്. അപ്പോൾ അവരിങ്ങനെ നമുക്കൊരു ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു വരുന്നുണ്ടായിരുന്നത്. എന്നാൽ സിയൂണാണെങ്കിൽ നിങ്ങൾ പൊക്കോ ഞാൻ വീട്ടിൽ പോകണമെന്ന് പറയാണ്. ആ സമയം ബാക്കു ഇല്ല നീയും വരണമെന്ന് പറയുമ്പോൾ സിയൂൺ ഇല്ലല്ല നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗോത്താക്കും ബാക്കും എങ്കിലും ഓക്കെ ഇപ്പം നീ പൊക്കോ, പക്ഷെ അടുത്ത തവണ നീ ഞങ്ങളോട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഭയ പറഞ്ഞ് വിടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നേരെ ബാക്കുവാണെങ്കിൽ ഗോത്താക്കിനെയും ടേനെയും കൊണ്ട് അവൻ്റെ അച്ഛൻ്റെ കടയിലേക്കാണ് പോകുന്നത്. അവൻ്റെ അച്ഛന് നമ്മുടെ KFC ഷോപ്പ് പോലത്തെ ചിക്കനും ബിയറും ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണുള്ളത്. അവിടെ ചെന്നിട്ട് അവനാണെങ്കിൽ ചിക്കനൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നിനക്ക് കഴിക്കണമെങ്കിൽ വേണമെങ്കിൽ മര്യാദയ്ക്കൊന്ന് ഉണ്ടാക്കി കഴിക്കണം, അല്ലാതെ ഞാൻ കടയ്ക്ക് വേണ്ടി വെച്ചിട്ട് സാധനമൊന്നും എടുത്ത് തിന്നാൻ നിൽക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എന്താ അച്ഛൻ ഞാൻ അച്ഛൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ പറയുന്ന മൈൻഡ് ചെയ്യാതെ ഗോത്താക്കിനെടുത്തും ടേരെടുത്തും നിങ്ങൾ കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. ആ സമയം ബാക്കു സസ്പെൻഷനിലിരുന്ന ടൈമിന് സ്കൂളിൽ നടന്ന കാര്യങ്ങളെല്ലാം ഗോത്താക്ക് പറയുന്നുണ്ട്. ആ സമയം പറയുന്നുണ്ട് ഇതുപോലെ ഹ്യൂമൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഫോണെല്ലാം ടേ ആണെങ്കിൽ ഭയങ്കര ധൈര്യമൊക്കെ കാണിച്ച് എല്ലാ പിള്ളേർക്കും തിരിച്ചെടുത്ത് കൊടുത്തു എന്ന്. അത് കാണുമ്പോൾ ബാക്കു എൻ്റെ പൊന്ന് ടേ നീ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ടേ പറയുന്നുണ്ട് അത് പിന്നെ ഞാനായിട്ട് ചെയ്തതല്ല, സിയൂണ് എനിക്ക് തന്ന കോൺഫിഡൻസ് ആണ്. സിയൂൺ എനിക്ക് ന്യൂട്ടൺസ് 3rd ലോ പറഞ്ഞു തന്നു, അങ്ങനെയാണ് എനിക്കത് ചെയ്യണമെന്നുള്ള മനസ്സ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ന്യൂട്ടൺസ് 3rd ലോ എന്താണെന്ന് ബാക്കു കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ അവൻ ഓ യൂട്ടേൺ ലോ എനിക്കറിയാം ഇത് അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിൽ ഇരിക്കുന്നുണ്ട്. ആ സമയം ടേ വീണ്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹ്യൂമാനാണെങ്കിൽ എന്നെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ച ടൈമിനും സിയൂൺ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ബാക്കു അങ്ങനെ സിയൂണിനൊന്ന് ആലോചിച്ചിട്ട് അവൻ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കുമല്ലേ, ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അവൻ അങ്ങനെ പറയാൻ കാരണം സോങ്ജി ആണെങ്കിൽ നേരത്തെ ഫോളോ ചെയ്ത് അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് സിയൂണിനെ എങ്ങാനും അവരെ ഫോളോ ചെയ്യുന്നു കരുതിയിട്ട് അവൻ ഡൗട്ട് വന്നിട്ട് അങ്ങനെ പറഞ്ഞത്. ബാക്കുവിന് അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ അവനത് സംസാരിച്ച് കഴിയുന്നതും സിയൂണൊന്ന് കോൾ ചെയ്യുന്നുണ്ട്. സിയൂൺ ഇതേ സമയം സുഹോനെ മീറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നേക്കുമായിരുന്നു. അങ്ങനെ അതിൻ്റെ രജിസ്റ്ററിൽ അവൻ്റെ പേരൊക്കെ എഴുതിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ബാക്കു അവനെ കോൾ ചെയ്തത്. അങ്ങനെ സിയൂൺ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാക്കു നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്തോ, നീ സേഫായിട്ട് വീട്ടിലെത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിയൂൺ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിലും അവനാണെങ്കിൽ ഞാൻ ഓൾറെഡി വീട്ടിലെത്തി കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബാക്കു അപ്പോൾ ഓക്കെ അത് പിന്നെ ഞാൻ വിളിച്ചത് നമുക്ക് കുറച്ച് പെൺപിള്ളേരെല്ലാം വളയ്ക്കാനൊക്കെ അടുത്ത ദിവസം പോയാലോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ്. ആ സമയം സിയൂൺ ഞാൻ എന്തിനാണ് നിൻ്റെ കൂടെ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ബാക്കുവാണെങ്കിൽ എനിക്ക് പിന്നെ വച്ചിട്ട് പോടാന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സിയൂണാണെങ്കിൽ എന്നിട്ട് നേരെ സുഹോയുടെ റൂമിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സുഹോയുടെ റൂമിൽ അവനെ കയറി കാണുന്നില്ല, പകരം എപ്പോഴും ഇരിക്കുന്ന പോലെ പുറത്തിരുന്നിട്ട് അവനാണെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സുഹോയ്ക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മെസ്സേജായിട്ട് അയക്കുകയാണ്. ആ സമയം കറക്റ്റ് സോങ്ജി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സോങ്ജി നേരെ വന്നിട്ട് സുഹയുടെ റൂമിലേക്ക് നോക്കിയിട്ട് അപ്പോൾ ഇതാണല്ലേ നിൻ്റെ ഫ്രണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ ആ സംസാരം കേൾക്കുമ്പോഴാണ് സിയൂണാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. ആ സമയം പെട്ടെന്ന് സോങ്ജീനെ അവിടെ കാണുമ്പോഴത്തേക്കും സിയൂണൊന്ന് ടെൻഷനാകുന്നുണ്ട്. കാരണം സുഹോന് അവൻ എന്തെങ്കിലും ചെയ്ത് കളയുന്നൊരു പേടിയുണ്ട്. അതേസമയം സിയൂണിന് നല്ല ദേഷ്യവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എന്താ ഇവിടെ എന്തെങ്കിലും ദേഷ്യത്തിൽ തന്നെ സിയൂൺ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നിൻ്റെ അടുത്തൊന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് വന്നതാ, നീയാണെങ്കിൽ വാ ഇങ്ങോട്ട് നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം, നിൻ്റെ ഫ്രണ്ടിനെ എന്തിനാ വെറുതെ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നടന്നു പോകുന്നുണ്ട്. സിയൂണിൻ്റെ അടുത്ത് അവനെ ഫോളോ ചെയ്ത് വരാൻ സോങ്ജി പറയുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.